സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ധാരാളം പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പല തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡയറക്റ്റ് പ്രിപ്പോസിഷൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, വേർഡ്സ് ഫോളോഡ് ബൈ പ്രിപ്പോസിഷൻ ചോദിക്കാറുണ്ട്, ചില വാക്കുകൾക്കനുസരിച്ച് ഇന്ന പ്രിപ്പോസിഷൻ മാത്രമേ അതിനോടൊപ്പം ചേരാറുള്ളൂ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ സെയിം വേർഡ്സ് ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻസ്, ഒരേ വാക്കുകളും വ്യത്യസ്ത പ്രിപ്പോസിഷൻ വരുന്ന ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരേ വാക്കുകളും അതിനോടൊപ്പം ചേരുന്ന പല പ്രിപ്പോസിഷൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് കുറച്ച് വാക്കുകളാണ് പരിചയപ്പെടുന്നത്. ഒരേ വാക്കുകളും അതിനോടൊപ്പം ചേരുന്ന വ്യത്യസ്ത പ്രിപ്പോസിഷൻ. അപ്പോൾ അത്തരം വാക്കുകളൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ കണ്ടീഷൻ സെൻറ്റൻസുകളായിരിക്കും. അതായത് ഇന്ന വാക്ക് വന്നതുകൊണ്ട് ആ വാക്കിനോടൊപ്പം ഇന്ന പ്രിപ്പോസിഷൻ ചേർക്കുന്നു, ഡാഷ് കഴിഞ്ഞിട്ട് ഇന്ന വാക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു വാക്ക് ഇന്ന തരത്തിലുള്ള വാക്ക് വന്നുകൊണ്ട് അതിനോടൊപ്പം ഇന്ന വാക്ക് ചേർക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രിപ്പോസിഷൻ ചേർക്കും എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കുറച്ചധികം വാക്കുകളും അതിനോടൊപ്പം വരുന്ന വ്യത്യസ്ത പ്രിപ്പോസിഷനും അതെവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് റൈറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനോടൊപ്പം റൈറ്റ് വിത്ത് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ റൈറ്റ് ഇൻ ഉപയോഗിക്കാറുണ്ട്. റൈറ്റ് വിത്ത് ഉപയോഗിക്കാറുണ്ട്, റൈറ്റ് ഇൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പേന ഉപയോഗിച്ച് എഴുതി എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ് വിത്ത് എ പെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് പെന്നെന്നാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് വിത്ത് വെച്ചിട്ട് പറയാം, റൈറ്റ് വിത്ത് എ പെന്ന്. എന്നാൽ പേനയുടെ മഷിയുടെ കളർ കൂടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് പറയുന്നു? റൈറ്റ് ഇൻ എന്ന് പറയുന്നു. അപ്പോൾ റൈറ്റ് ഇൻ ബ്ലൂ ഇങ്ക്, റൈറ്റ് ഇൻ റെഡ് ഇങ്ക്. ഇപ്പോൾ പേനയുടെ മഷിയും കൂടെ പറയുകയാണെങ്കിൽ നമ്മളവിടെ റൈറ്റിനോടൊപ്പം എന്ത് ചേർക്കണം? ഇന്ന് ചേർക്കണം. ഇപ്പോൾ റൈറ്റ് വിത്ത് റൈറ്റ് ഇൻ, റൈറ്റ് വിത്ത് എ പെന്ന്, റൈറ്റ് ഇൻ ബ്ലൂ ഇങ്ക്, അല്ലെങ്കിൽ കളറും കൂടെ പറയുകയാണെങ്കിൽ. അതുപോലെ പറയുന്ന മറ്റൊരു വാക്കാണ് സിറ്റ്. സിറ്റിനോടൊപ്പം ഓണും ചേർക്കാറുണ്ട്, ഇന്നും ചേർക്കാറുണ്ട്. ഇപ്പോൾ സിറ്റ് ഓൺ എന്ന് പറയാം, സിറ്റ് ഇൻ എന്നും പറയാം. അപ്പോൾ നമ്മൾ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സിറ്റ് കഴിഞ്ഞിട്ട് ഒരു കസേര ചെയറെന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഓൺ ചേർത്തിട്ട് പറയണം. സിറ്റ് കഴിഞ്ഞിട്ട് ചെയറാണ് വന്നിരിക്കുന്നതെങ്കിൽ ഓൺ ചേർത്ത് പറയുക. സിറ്റ് കഴിഞ്ഞിട്ട് ആം ചെയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ, ചാരു കസേര എന്നാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഇന്ന് ചേർത്തിട്ട് പറയണം. ഇപ്പോൾ സിറ്റ് ഓൺ എ ചെയർ, സിറ്റ് ഇൻ ആൻ ആം ചെയർ. അപ്പോൾ ഡാഷ് കഴിഞ്ഞ് വരുന്ന വാക്കിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിൽ പ്രിപ്പോസിഷൻ മാറുന്നത്. അതുപോലെ മെയ്ഡിനോടൊപ്പം ഫ്രമ്മും പറയാറുണ്ട്, മെയ്ഡ് ഓഫും പറയാറുണ്ട്. ഈ മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ്, അതുപോലെ മെയ്ഡ് ഇന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. മെയ്ഡ് ഇൻ ഒരു രാജ്യത്ത് നിർമ്മിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയ്ഡ് ഇൻ. നമ്മൾ പറയില്ലേ മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മെയ്ഡ് ഫ്രമ്മും മെയ്ഡ് ഓഫാണ് PSC എപ്പോഴും ചോദിക്കുന്നത്. മെയ്ഡ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായി, അതായത് രൂപമാറ്റം വന്നു. അപ്പം വസ്തുവിന് രൂപമാറ്റം വരുത്തിയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് പറയുന്നു? മെയ്ഡ് ഫ്രം പറയുന്നു. എന്നാൽ വസ്തുവിന് രൂപമാറ്റം വരുത്താതെ മറ്റൊരു വസ്തു ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയ്ഡ് ഓഫ് പറയുന്നു. ഇപ്പം മെയ്ഡ് ഫ്രം പറയണമെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ ജ്യൂസ് ഉണ്ടാക്കി, ഏതിൽ നിന്ന്? ആപ്പിളിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്കും രൂപമാറ്റം വന്നില്ലേ? ആപ്പിളിന് രൂപമാറ്റം വന്നു. അപ്പം രൂപമാറ്റം വരുത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മെയ്ഡ് ഫ്രം പറയണം. എന്നാൽ മെയ്ഡ് ഓഫ് ആണെങ്കിൽ രൂപമാറ്റമൊന്നും വരുത്തിയില്ല. അപ്പോൾ തടി വെച്ചിട്ട് കസേര ഉണ്ടാക്കി, അപ്പോൾ ആ കസേരയിൽ ഇപ്പോഴും തടി തന്നെയല്ല കാണുന്നത്, അപ്പോൾ മാറ്റമില്ല, രൂപമാറ്റം വന്നില്ല എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? മെയ്ഡ് ഓഫ് പറയാം. അതുപോലെ ഡൈഡിനോടൊപ്പം ഓഫ് ചേർക്കാറുണ്ട്, ഡൈഡ് ഫ്രം ചേർക്കാറുണ്ട്, ഇന്ന് ചേർക്കാറുണ്ട്, ഫോർ ചേർക്കാറുണ്ട്. അപ്പോൾ നോക്കിയേ, ഡൈഡ് ഓഫ് പറയണമെങ്കിൽ അസുഖം മുഖേനയാണ് മരണപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി ഡൈഡ് ഓഫ് പറയും. ഇപ്പോൾ ഡൈഡ് ഓഫ് ക്യാൻസർ, ഡൈഡ് ഓഫ് എന്ത് ചെയ്യുന്നൂടെ? അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ സോറിയാസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖം മുഖേനയുള്ള മരണങ്ങളാണെങ്കിൽ ഡൈഡ് ഓഫ് പറയുക. എന്നാൽ ഡൈഡ് ഫ്രം പറയണമെങ്കിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓവർ ഈറ്റിംഗ് എന്നാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ഡൈഡ് ഫ്രം പറയണം. ഡൈഡ് കഴിഞ്ഞിട്ട് ഓവർ ഈറ്റിംഗ് എന്നാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ് എന്ന് പറയാം. എന്നാൽ ആക്സിഡൻറ്റ് മുഖേനയുള്ള മരണങ്ങളെ സൂചിപ്പിച്ചാൽ ഡൈഡ് ഇൻ എന്ന് പറയണം. ഡൈഡ് ഇൻ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് മുഖേനയാണെങ്കിൽ ഡൈഡ് ഇൻ പറയണം. രാജ്യത്തിന് വേണ്ടിയാണ് മരണപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൈഡ് ഫോർ പറയണം. രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടു എന്ന് പറയാൻ ഡൈഡ് ഫോർ പറയണം. അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് ലീവ്. ലീവിനോടൊപ്പം ബൈ പറയാറുണ്ട്, ഓൺ പറയാറുണ്ട്, ഇന്ന് പറയാറുണ്ട്. ലിവ് ബൈ, ലിവ് ഓൺ, ലിവ് ഇൻ. ലിവ് ബൈ പറയുകയാണെങ്കിൽ നമ്മളെ പ്രൊഫഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ ലിവ് ബൈ പറയണം. നമ്മളെ പ്രൊഫഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന പ്രൊഫഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലിവ് ബൈ പറയണം. ലിവ് ബൈ ടീച്ചിങ്, ലിവ് ബൈ ഫാമിംഗ്, ഇങ്ങനെയുള്ള പ്രൊഫഷനുകളാണ് പറയുന്നതെങ്കിൽ ലിവ് ബൈ പറയണം.
എന്നാൽ ഭക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലിവ് ഓൺ, ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ലിവ് ഓൺ ഗ്രാസ്, എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാസിന് വേണ്ടിയിട്ട്. ഭക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലിവ് ഓൺ പറയണം. എന്നാൽ വാസസ്ഥലങ്ങളാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ലിവ് ഇൻ, എന്ത് ചെയ്യുന്നുണ്ട് പറയണം. നമ്മളെ പ്ലേസ്, വാസസ്ഥലം, ഡ്വെല്ലിങ്സ് ആണ് പറയണമെങ്കിൽ ലിവ് ഇൻ എന്ന് പറയണം. മങ്കീസ് ആർ ലിവ് ഇൻ ട്രീസ്, മരങ്ങളിലാണ് മങ്കീസ് ജീവിക്കുന്നത്. അപ്പോൾ ലിവ് ബൈ പറയണമെങ്കിൽ നമ്മളെ പ്രൊഫഷൻ ആയിരിക്കണം. ലിവ് ഓൺ പറയണമെങ്കിൽ ഫുഡിന് വേണ്ടി എന്ന അർത്ഥത്തിൽ. ഇനി വാസസ്ഥലങ്ങളെ കുറിച്ചാണ് പറയണമെങ്കിൽ ലിവ് ഇന്ന് പറയണം. അതുപോലെ വരുന്ന വാക്കാണ് പാർട്ട്. പാർട്ട് ഫ്രമും പറയാറുണ്ട്, പാർട്ട് വിത്തും പറയാറുണ്ട്. പാർട്ട് ഫ്രം, പാർട്ട് വിത്ത്. പാർട്ട് ഫ്രം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് പാർട്ട് ഫ്രം ആണ്. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ പാർട്ട് ഫ്രം ഉപയോഗിക്കുക. ഡാഷ് കഴിഞ്ഞ് ഒരു വസ്തുവിനെ കുറിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ പാർട്ട് വിത്ത് ഉപയോഗിക്കുക. ഡാഷ് കഴിഞ്ഞ് ഒരു വസ്തുവിനെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ പാർട്ട് വിത്ത്. ഡാഷ് കഴിഞ്ഞ് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ പാർട്ട് ഫ്രം ഉപയോഗിക്കുക. അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് ഫെമിലിയർ. ഫെമിലിയർ ടൂവും ചേർക്കാറുണ്ട്, ഫെമിലിയർ വിത്തും ചേർക്കാറുണ്ട്. ഫെമിലിയർ ടു എ പേഴ്സൺ, ഫെമിലിയർ വിത്ത് എ വർക്ക്. ഇപ്പോൾ ഫെമിലിയർ കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ടു ചേർത്ത് പറയുക. ഫെമിലിയർ കഴിഞ്ഞിട്ട് ഒരു ജോലി, ഒരു വർക്കിനെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ, എന്തെങ്കിലും ജോലികളെ കുറിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പറയില്ലേ, എന്ത് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇലക്ട്രിക്കൽ വർക്കിൽ ഫെമിലിയർ ആണ് എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള വർക്കുകളെ കുറിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ ഫെമിലിയർ വിത്ത് പറയണം. അതേപോലെ വരുന്ന മറ്റൊരു വാക്കാണ് എൻഗേജ്ഡ്. എൻഗേജ്ഡിനോടൊപ്പം ടൂം ചേർക്കാറുണ്ട്, ഇന്നും ചേർക്കാറുണ്ട്. എൻഗേജ്ഡ് ടൂം പറയാറുണ്ട്, എൻഗേജ്ഡ് ഇന്നും പറയാറുണ്ട്. എൻഗേജ്ഡ് ടു ആണെങ്കിൽ ടു എ പേഴ്സണും, എൻഗേജ്ഡ് ഇൻ എ വർക്കും. എൻഗേജ്ഡ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ടു ചേർക്കുക. എൻഗേജ്ഡ് കഴിഞ്ഞിട്ട് ഒരു ജോലിയെ കുറിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന് ചേർത്തിട്ട് പറയുക. അടുത്ത വാക്ക് ഡീലാണ്. ഡീലിനോടൊപ്പം ഇന്ന് ചേർക്കാറുണ്ട്, ഡീൽ വിത്തും ചേർക്കാറുണ്ട്. ഡീൽ ഇൻ എ ബിസിനസ്, ഡീൽ വിത്ത് എ പേഴ്സൺ. ഡീല് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സിനെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന് ചേർത്ത് പറയുക. ഡീല് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ഏത് വിത്ത് ചേർത്ത് പറയുക. ഡീൽ ഇൻ എ ബിസിനസ്, ഡീൽ വിത്ത് എ പേഴ്സൺ. അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് ആംഗ്രി. ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് എ തിങ്. ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് എ തിങ്. ആംഗ്രി കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ വിത്ത് ചേർത്ത് പറയുക. ആംഗ്രി കഴിഞ്ഞിട്ട് ഒരു വസ്തുവിനെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ അറ്റ് ചേർത്ത് പറയുക. അടുത്ത വാക്ക് റെസ്പോൺസിബിൾ ആണ്. റെസ്പോൺസിബിളിനോടൊപ്പം ഫോറും ചേർക്കാറുണ്ട്, ടൂവും ചേർക്കാറുണ്ട്. റെസ്പോൺസിബിൾ ഫോർ എന്ന് പറയാം, റെസ്പോൺസിബിൾ ടു എന്നും പറയാം. റെസ്പോൺസിബിൾ ഫോർ സംതിങ്, റെസ്പോൺസിബിൾ ടു സമ്മൺ. റെസ്പോൺസിബിൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫോർ ചേർക്കുക. ഇനി റെസ്പോൺസിബിൾ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ടു ചേർത്ത് പറയുക. എന്ത് ചെയ്യുന്നൂടെ, ഒരു വ്യക്തിയെ കുറിക്കുന്ന വാക്കുകളാണെങ്കിൽ റെസ്പോൺസിബിളിനോടൊപ്പം ടു ചേർത്ത് പറയുക. ഒരു വസ്തുവിനെ കുറിക്കുന്ന വാക്ക്, എന്തെങ്കിലും സംതിങ്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ ഫോർ ചേർത്ത് പറയുക. അതുപോലെ എഗ്രി. എഗ്രി വിത്ത് എ പേഴ്സണും ഉണ്ട്, എഗ്രി ടു എ പ്രപ്പോസൽ അല്ലെങ്കിൽ തിങ്. എഗ്രിയോടൊപ്പം വിത്തും ചേർക്കാം, ടൂവും ചേർക്കാം. എഗ്രി കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് ഒരു പേഴ്സൺ ആണെങ്കിൽ എന്ത് ചേർത്ത് പറയുക, വിത്ത് ചേർത്ത് പറയുക. എഗ്രി കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസലിനെ കുറിക്കുന്നതോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിക്കുന്നതോ ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറയുക, ടു ചേർത്ത് പറയുക. അപ്പോൾ എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ടു എ പ്രപ്പോസൽ.